ഓക്കെ, വെൽക്കം ബാക്ക്. സോ നമുക്കിവിടെ ലാസ്റ്റത്തെ ഈ ഒരു പ്രോബ്ലം നമ്പർ 27, ഇല്ലുസ്ട്രേഷൻ നമ്പർ 27 ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യും. നമ്മൾ ഇതിനു മുന്നേ ഇല്ലുസ്ട്രേഷൻ നമ്പർ 25 ചെയ്തിട്ടുണ്ട്. 25-ൽ സാലറി ഇങ്ങനെ 2 മന്തിൻ്റെത് ചേഞ്ച് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ വേറെ ഒരു എന്താ പറയുക മീൻസ് ഒരു ഗുലുമാലുകളൊന്നുമില്ല ഉണ്ടോ, വേറെ ഒരു പ്രോബ്ലവും ഇല്ല. ഓൺലി സാലറിയിൽ മാത്രം 2000-ൽ ഇതാണ് സാലറി, ദെൻ 2021-ൽ അങ്ങനെയല്ലായിരുന്നു ക്വസ്റ്റ്യൻ. രണ്ട് ഡേറ്റ്സ് തന്നിട്ടുണ്ട്. സോ ഈ ഡേറ്റ് വരെ ഇന്നതാണ് സാലറി, ഈ ഡേറ്റ് മുതൽ ഇന്നതാണ് സാലറി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്മളത് ചെയ്യാനും പഠിച്ചിട്ടുണ്ട്, വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. സാലറിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓർമ്മ ഞാൻ നിങ്ങളത് പുതുക്കിയതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് ഇല്ലുസ്ട്രേഷൻ നമ്പർ 27. എല്ലാവരും വീഡിയോ പോസ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 27, യു ഓൾ റീഡ് ഇറ്റ് ഫോർ വൺ ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് വായിക്കാം. ടാക്സിൻ്റെ തിയറി തറോ ആയിരിക്കണം, HR-നെ പറ്റി നല്ല ബോധം ഉണ്ടായിരിക്കണം ഏതൊരു HR-ൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോഴും. നമ്മൾ ഇവിടെയുള്ള തിയറി കംപ്ലീറ്റ് നമുക്ക് തറോ ആണ്, എന്നാൽ ഇങ്ങൾക്ക് ഈ കണക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ബിക്കോസ് ഇവിടെ ഒരു പോയിന്റ് ഇവരിവിടെ എഴുതിയിട്ടില്ല, ഇവിടെ ഒരു പോയിന്റും കൂടി ഉണ്ടായി, അതോട്ട് കണ്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനത്തെ പ്രോബ്ലം നിങ്ങൾക്ക് ഇപ്രാവശ്യം വരില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ പറയാഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്തതിന് ശേഷം അവിടെ പോയി ആ തിയറി പറഞ്ഞുതരാം കേട്ടോ. മിസ്റ്റർ കാസിം എംപ്ലോയ് ചെയ്തിട്ടുണ്ട് എവിടെ, ഒരു ലിമിറ്റഡ് കമ്പനി എവിടെ, നോയിഡയിൽ. ഇനി നോയിഡ എവിടെയാ, അപ്പുറത്തിരിക്കുന്ന ആളോട് ചോദിച്ചോ, വേഗം ചോദിച്ചോ. ഇറ്റ് ഈസ് ഇൻ UP കേട്ടോ. പരീക്ഷയ്ക്ക് നിങ്ങളെ മെയിൻ പ്രശ്നം ഇതായിരിക്കും, ഈ സ്ഥലം തരൂ, ഈ ഒരു പ്ലേസ് ഏത് സ്റ്റേറ്റിലാണ് 40% 50% എടുക്കണ്ടേ. നോയിഡ UP-യിൽ കേട്ടോ. ബട്ട് നമുക്ക് അറിയുന്ന പോലത്തതേ വരുള്ളൂ. ഓൺ എ സാലറി ഓഫ് 20,000 പെർ മന്ത്. സാലറി എത്ര, 20,000. ഡിയർനെസ് അലവൻസ് 20,000-ൻ്റെ 20%, അതിൻ്റെ 50% റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൽ വരുന്നതാണ്. സോ നമുക്ക് 20% കണ്ട് അതിൻ്റെ 50% മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. ഹൗസ് റെൻറ്റ് അലവൻസ് കിട്ടിയിരിക്കുന്നത് 5,000 പെർ മന്ത്. സോ ഒന്നാമത്തെ പാരഗ്രാഫ് ഒരു പ്രോബ്ലവും ഇല്ല, നമ്മൾ ശരിക്കും ചെയ്യുന്ന ഒരു പ്രോബ്ലം പോലെ ഉണ്ട്. സെക്കൻഡ് പാര, മിസ്റ്റർ കാസിം did not pay any rent till 30th September 2020 as he was living with a friend. ഇവിടെ ഇങ്ങനെ ഡേറ്റ് വരുമ്പം നമ്മൾ നമ്മുടെ പ്രീവിയസ് ഇയർ ഒന്ന് വെറുതെ എടുത്തു നോക്കുക. ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ. ഇതിൻ്റെ ടാക്സിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ HR എത്രയാണ് ടാക്സബിൾ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം ഈ ഡേറ്റ് വരെ ഇയാൾ റെൻ്റൊന്നും കൊടുത്തിട്ടില്ല. റെൻ്റൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായിരുന്നു ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്, ഓൺ ഹൗസ് അല്ലെങ്കിൽ നോട്ട് പേയിങ് എനി റെൻ്റ് ആണെങ്കിൽ എക്സംഷൻ കിട്ടൂല, HR ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, എക്സംഷൻ കിട്ടൂല, അതായത് ഈ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറയുന്ന സാധനം നമ്മൾ ചെയ്യേണ്ട. അപ്പോൾ നമുക്കത് അവിടുന്ന് മൈനസ് ചെയ്യാനും പറ്റൂല, നമ്മൾ HR ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. എപ്പോഴാണ് ഫുള്ളി ടാക്സബിൾ ആയിരിക്കുന്നത്, റെൻറ്റ് പേ ചെയ്യാത്ത സമയത്ത്, അതായത് ഈ 2 കേസുകളിൽ. അപ്പോൾ ഇവിടെ നമ്മളോട് ആ ഒരു കേസാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മിസ്റ്റർ കാസിം ഈ ഡേറ്റ് വരെ റെൻറ്റ് പേ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഡേറ്റ് വരെ HR ഫുള്ളി ടാക്സബിൾ ആയിരിക്കും അല്ലേ. ഇനി അതിന് ശേഷം എന്താ പറയുന്നത് നമുക്കറിയില്ല, നോക്കാം. ഫ്രം 1st October 2020 he shifted into a house rented at 3,000 per month. അപ്പോൾ ഈ ഡേറ്റ് മുതൽ റെൻറ്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ കിട്ടിയ HR-ന്ന് നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. He get annual increment 4,000 per month with effect from 1st December 2020. ഇയാളുടെ സാലറിയിൽ ഇയാൾക്ക് ഇൻക്രിമെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഈ ഡേറ്റ് മുതൽ കൂടിയിട്ടുണ്ട്. അപ്പം 20,000 കിട്ടുന്നിടത്ത് 4,000 കൂടി, അപ്പോൾ 24,000 കിട്ടിയിട്ടുണ്ട്. അലോങ് വിത്ത് HR ഇൻക്രീസ്ഡ് 2 എന്നാണ്, ഇൻക്രീസ് ചെയ്തു എത്രയിലേക്ക്, 8,000-ലേക്ക്. അപ്പം HR 5,000 അല്ല 8,000 ആണ്. ഇനി 5,000 + 8 എന്നൊന്നും ചെയ്യരുത്. ഇവിടെ ഇൻക്രീസ്ഡ് ബൈ 8,000 എന്നാണെങ്കിൽ 5,000 + 8,000 13,000 ആയിരിക്കും HR. ബട്ട് ഇവിടെ ഇൻക്രീസ്ഡ് 2 എന്നാണ് കൊടുത്തത്, 8,000 ആയി. സോ 8,000 പെർ മന്ത്. അപ്പോൾ ഈ ഡേറ്റ് മുതൽ HR ചേഞ്ച് ആയിട്ടുണ്ട്, 5,000 അല്ല 8,000 ആണ്. ഓൺ 30th January 2021
he received arrears of salary and year's allowance of the preceding year amounting to 25,000 and 5,000 respectively. എരിയർ കിട്ടിയിട്ടുണ്ട്. എരിയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏതോ പ്രീവിയസ് ഇയറുകളിൽ സാലറിയും DAയും പ്രിസീഡിങ് ഇയർ എന്ന് പറയുന്നത് മുന്നേയുള്ള ഇയറിൽ. അപ്പോൾ 2021 ആണ് നമ്മളത്. അപ്പം 1920 എന്തൊക്കെയോ എരിയർ ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സാലറി DA അതിൻ്റെ എമൗണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കുന്നതിനേക്കാളും മുന്നേ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതല്ലേ പ്രാക്ടിക്കലി നടക്കുന്നത്? നിങ്ങളിപ്പോൾ ഒരു ടാക്സ് മീൻസ് CA ഒക്കെ ഓഫീസിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇത് നോർമലി, അല്ലെങ്കിൽ നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ആരെങ്കിലും എടുത്ത് നോക്കി, ഇത് നോർമലി നടക്കൂലേ? നമ്മളൊരു സ്ഥലത്ത് ഷിഫ്റ്റ് ആകുന്നു, കുറച്ച് ദിവസം ഫ്രണ്ടിൻ്റെ കൂടെ താമസിക്കുന്നു, അതിനുശേഷം നമ്മൾ റെൻറ്റിലോട്ട് പോകും, റെൻറ്റഡ് ഹൗസിലോട്ട് മാറുന്നു. ആദ്യം നമുക്ക് സാലറി, അവിടെ നിന്ന് സാലറി ഇത്ര കിട്ടുന്നു, പിന്നെ നമ്മൾ പ്രശ്നമാക്കി വീണ്ടും നമ്മളെ സാലറി ഇൻക്രിമെൻറ്റ് വരുന്നു. HRA ഞാൻ പറയുന്ന വാടകയെല്ലാം ഭയങ്കരമായിട്ട് കൂടി. സോ യു ഇൻക്രീസ് മൈ ഹൗസ് റെൻ്റ് അലവൻസ്. അപ്പോൾ അങ്ങനെ ഹൗസ് റെൻ്റ് അലവൻസ് കൂട്ടി തരുന്നു. സോ ദിസ് ഈസ് എ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ടഫ് എന്ന് വിചാരിക്കും മുമ്പേ ഇതെല്ലാം നടക്കുന്ന കാര്യമാണ്, ഇതെല്ലാം കോമൺ ആണ്. ഇതൊക്കെ ടാക്സിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ നോർമലി ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഓർമ്മയിലുണ്ടല്ലോ? ഈ കണക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം അല്ല, സോറി, എന്താ നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ എവിടെയൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ അത്രയും ഭാഗത്ത് HRA നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കാണാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോ, ഇഫ് ദർ ഇസ് ചേഞ്ച് ഇൻ HRAയിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ, സാലറിയിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ, റെൻ്റ് പെയ്ഡിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ, ലൊക്കേഷൻ ഓഫ് അക്കോമഡേഷനിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ, then exemption shall be computed separately for each such cases. ഒരു ക്വസ്റ്റ്യനിലകത്ത് HRA ഈ പീരീഡ് വരെ ഇത്രയായിരുന്നു, പിന്നെ മാറി എന്ന് പറയുവാണെങ്കിൽ, സാലറി മാത്രമേ ചേഞ്ച് ആയിട്ടില്ലെങ്കിൽ അത് എഫക്റ്റ് ചെയ്യില്ല. അതാണ് നമ്മൾ നേരത്തെ ചെയ്ത ഇല്ലുസ്ട്രേഷൻ നമ്പർ എത്രയാണ്, ആ ഒരു പ്രോബ്ലം ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ അത്. എനിവേ പറയുന്ന കൂട്ടത്തിൽ പറയട്ടെ, HRA ചേഞ്ച് ആവുകയാണെങ്കിൽ, അതായത് 2 പീരീഡിൽ വേറെ HRA തരുവാണെങ്കിൽ, 2 പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇയറിൻ്റെ ഉള്ളിൽ വരുന്ന 2 പീരീഡുകളിൽ, ഓക്കെ, 2 പീരീഡിൽ ഏതെങ്കിലും ഒരെണ്ണം HRA ചേഞ്ച് വരിക, സാലറി ചേഞ്ച് വരിക, അല്ലെങ്കിൽ ഈ പീരീഡിൽ റെൻ്റ് ഇത്രയാണ്, വേറൊരു പീരീഡിൽ റെൻ്റ് ഇത്രയാണ്, രണ്ടും തന്നെയല്ല, അതിന് വേറൊരു പീരീഡിൽ റെൻ്റ് ഇത്രയാണ്, ബട്ട് ഇറ്റ് ഷുഡ് കം അണ്ടർ അവർ പ്രീവിയസ് ഇയർ. പിന്നെ റെൻ്റ് മാറുക, അല്ലെ ലൊക്കേഷൻ മാറുകയാണ്, അതായത് കുറച്ച് മന്തിൽ ഇയാൾ സ്റ്റേഡ് ഇൻ കേരളയിൽ 40% എടുക്കണ്ടോ നമ്മളെ കാൽക്കുലേഷൻ. ദെൻ ഹി ഷിഫ്റ്റഡ് ടു ഡൽഹി, അവിടെ 50 ആവും. ദെൻ ഹി അഗെയിൻ കെയിം ബാക്ക് ടു ഹൈദരാബാദ് എന്നൊക്കെ പറയുമ്പോൾ അഗെയിൻ നമ്മൾ ചേഞ്ചസ് വരും. അവിടെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഈച്ച് കേസിന് സെപ്പറേറ്റ് ആയിട്ട് HRA കാണണം. അപ്പോൾ ഒരു ചേഞ്ച് വന്ന പീരീഡിൻ്റെ HRA കാണാം, പിന്നെ അടുത്ത ചേഞ്ചിൻ്റെ HRA കാണാം, പിന്നെ അടുത്ത അങ്ങനെ വേണം കാണാൻ. ഈ തിയറിയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ആ സമയം എഴുതി വെച്ചിട്ടുണ്ടായി വേറെ ക്ലാസ് എടുക്കുമ്പോൾ. ബട്ട് ഞാൻ വിചാരിച്ച് പറഞ്ഞു തരണ്ടല്ലോ, ഇത്രക്കാരം വേണ്ട, ഈ സംഭവമാണ് അത് കേട്ടോ. അതിൽ സാലറീൻ്റെ ചേഞ്ച് വരുമ്പോൾ ഓർമ്മിക്കണം, നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലം ചെയ്ത് അതിന് എഫക്റ്റ് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ അപ്പാടും അങ്ങ് ചെയ്തത്, 2 കേസസ് ആക്കാണ്. ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നു. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം നമ്മൾ 30th സെപ്റ്റംബർ വരെ അയാൾ റെൻറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള കേസാണ് എടുക്കുന്നത്. അതാണ് ഒന്നാമത്തെ ചേഞ്ച് വരുന്നത്. ഇതുവരെ ഹീസ് നോട്ട് പേയിങ് റെൻറ്റ് കൊടുക്കുന്നില്ല. ഇതിന് ശേഷം വരുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഒക്ടോബർ മുതൽ ഹീസ് പേയിങ് റെൻറ്റ്. ബട്ട് ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, 1st December എന്ത് വരുന്നത്, സാലറി റിവിഷൻ ഇസ് ദർ. ഓൺ 1st December 2020 സാലറി മാറുന്നു, HRA മാറുന്നു, സാലറിയും മാറുന്നു, HRAയും മാറുന്നു. സോ അതിനെ വേറെ കേസായിട്ട് എടുക്കുക. അപ്പം 1st December മുതലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 31st November വരെ, 1st December അല്ല, അപ്പം അതിൻ്റെ തൊട്ട് മുന്നേ അവിടെ നമ്മൾ എന്തൊക്കെ ചേഞ്ച് ചെയ്യുന്നത്, സാലറി ചേഞ്ച് ആവുന്നുണ്ട്, HRA ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇതിന് തൊട്ട ശേഷമുള്ള 1st December 20 മുതൽ വേറെ ഒന്നും പറയുന്നില്ല, വേറെ ഒരു പ്രോബ്ലവും ഇല്ല. എരിയർ ഓഫ് സാലറി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്, എരിയറും നമ്മുടെ ഈ HRAയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ ഡേറ്റ്
ഇഫക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ തിയറി പറയുമ്പോൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സാലറിൻ്റെ കൂടെ എരിയർ ആഡ് ചെയ്യണമെന്നോ? സോ ഈ ഒരു സാധനം നിങ്ങൾ ബോദർ ചെയ്യണ്ട. അപ്പോൾ ഇനി ഇവിടെ ഇടം വരെ ഉണ്ടാവും നമ്മുടെ ലാസ്റ്റ് ആ ഒരു പ്രീവിയസ് ഇയർ എൻഡ് ചെയ്യുന്നത് വരെ അടുത്ത അങ്ങനെ ഇങ്ങനെ 3 കേസസ് ആയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ കണക്ക് ചെയ്യാൻ. ഓക്കെ, ഒന്നുകൂടെ കാണാം ഞാൻ എങ്ങനെ ഈ ഡേറ്റ് ഇട്ടെന്ന് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സി ദിസ് ഈസ് അവർ ഫസ്റ്റ് പീരീഡ്. ഇങ്ങനെ എഴുതുക, HRA കാൽക്കുലേഷൻ ഫോർ ദ പീരീഡ് ഫ്രം 1/4/2020 to 31/9/2020. ഈ ഒരു കാലയളവിൻ്റെ പ്രത്യേകത, ഹീസ് നോട്ട് പേയിങ് റെൻറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ എന്താ മീനിങ്? നോ എക്സംഷൻ, HRA ഈസ് ഫുള്ളി ടാക്സബിൾ. അത് നിങ്ങൾ ആദ്യം ഇവിടെ എഴുതി വെക്കുക. സിൻസ് മിസ്റ്റർ കാസിം ഡിഡ് നോട്ട് പേ എനി റെൻറ്റ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 6 months. അതേതോടെ ഫസ്റ്റ് 6 months? ഇത് മുതൽ ഇതുവരെ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 6 മാസം. ഫസ്റ്റത്തെ 6 മാസം ഇയാൾ റെൻറ്റ് കൊടുക്കുന്നില്ല. HRA ഫുള്ളി ടാക്സബിൾ ആണ്, എക്സംഷൻ കിട്ടൂല. അപ്പോൾ HRA ഫുള്ളി ടാക്സബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് കണ്ടുപിടിക്കണ്ടേ? ദിസ് ഈസ് ഫോർ 6 months. HRA മന്ത്ലി ഇവിടെ തന്നിട്ടുണ്ട് 5000 ആണെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ എത്രേൻ്റെ കാൽക്കുലേറ്റ്, നമ്മൾ ടോട്ടലായിട്ട് 12 months ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 12 months, ബിക്കോസ് നമ്മൾ പീരീഡ് ഇവിടുന്ന് മുതൽ ഇവിടെ വരെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് മുതൽ ഇതുവരെയുള്ള HRA തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ബട്ട് കുറേ കേസസ് ആക്കി വെച്ചിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര മാസത്തേക്കാണ് കണ്ടുപിടിക്കുന്നത്? 6 മാസത്തേക്ക്. സോ 6 ഇടുക, ദാറ്റ് ഈസ് 30,000. ഇത് ഈ ഒരു പീരീഡിൻ്റെ ടാക്സബിൾ HRA എത്രയാണ്? 30,000. ടാക്സബിൾ HRA 30,000. ഇതിൽ എക്സംഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കിട്ടിയ HRAയിൽ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സബിലിറ്റി ആണ്. ഇനി നമ്മൾ അടുത്ത പീരീഡ് എടുക്കും. ഇങ്ങനെ തന്നെ എഴുതുക, കാൽക്കുലേഷൻ ഓഫ് HRA ഫോർ ദ പീരീഡ് ഓഫ് 1 October 2020 to 31 November 2020. അപ്പോൾ ഒക്ടോബർ, നവംബർ എത്ര മാസമുണ്ട്? 2 months. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന? 2 monthsലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ അത് മുഴുവൻ വരും, ബിക്കോസ് റെൻറ്റ് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ HRAക്ക് എക്സംഷൻ കിട്ടും. അപ്പോൾ ആ ഒരു പോയിന്റ്സ് ഞാനിവിടെ എഴുതട്ടെ. ഓക്കെ, സോ ഇവിടെ എഴുതിയിട്ടുണ്ട് HRA റിസീവ്ഡ് വേണം. 2 monthsലേക്കാണ്. നമ്മുടെ HRA 5,000 ആണ് പെർ മന്ത്. സോ 5,000 into 2, ഇപ്പോൾ ഇവിടെ കിട്ടും 10,000. പുറത്തെഴുതണം 10,000. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എക്സംഷൻ കിട്ടും. ആദ്യം HRA റിസീവ്ഡ് 10,000. അടുത്തത് റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. സോ യു വാണ്ട് ടു നോ ദ റെൻറ്റ് പെയ്ഡ് ഇവിടെ തന്നിട്ടുണ്ട് 3,000 പെർ മന്ത്. അപ്പോൾ 3,000 ഇൻറ്റു നമ്മൾ എത്ര മാസത്തേക്ക് കണ്ടുപിടിക്കുന്നത്? 2. 3,000 ഇൻറ്റു 2 6,000 മൈനസ് 10% ഓഫ് സാലറി. അപ്പോൾ സാലറി അറിയണം. സാലറി ഈസ് ഈക്വൽ ടു ബേസിക് പേ പ്ലസ് DA ഫോമിംഗ് പാർട്ടാണ്. ഇവിടെ കമ്മീഷൻ ഒന്നുമില്ല. ബേസിക് സാലറി എത്രയാണെന്ന് നോക്കണം. 20,000 പെർ മന്ത് ആണ്. ഇവിടെ എത്ര മാസത്തേക്കാണ് കാണുന്നത്? 22 months. അപ്പോൾ 20,000 ഇൻറ്റു 2 വരും, ദാറ്റ് ഈസ് 40,000. ഓക്കെ, ദെൻ പ്ലസ് ഇതിൻ്റെ 20% ആണ് സാലറി. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ബേസിക് പേൻ്റെ 20%. ഏതാണോ ഇവിടെ ഉള്ളത് അതിൻ്റെ 20%. ഇതിൻ്റെ 20% കണ്ടാൽ 8,000 കിട്ടും. 8,000 അല്ല, അതിൻ്റെ 50% മാത്രമാണ് എന്തിനെ ഇഫക്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു HRAനെ ഇഫക്റ്റ് ചെയ്യുന്നത്. സോ ഈ 8,000ൻ്റെ പകുതി 50%. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അപ്പോൾ നമ്മുടെ സാലറി ഫോർ ദിസ് പർപ്പസ് ഇസ് 44,000. ഈ 44,000ൻ്റെ 10% ഇവിടെ വരണം അല്ലേ? 4,400. ഇനി 40% ഓഫ് 44,000 17,600 കിട്ടും. ഓക്കെ, ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ്. ഇവിടെ കിട്ടോ 1,600. അപ്പോൾ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ്. ഇതിൽ ലീസ്റ്റ് ഇതാണ്. സോ ഇതിവിടെ ഇടുന്ന, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുന്ന 8,400 ആണ്. ഈ ഒരു പീരീഡിൽ ടാക്സബിൾ ഫുൾ എഴുതണേ. ടാക്സബിൾ HRA ഹൗസ് റെൻറ്റ് അലവൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പീരീഡിൻ്റെ ടാക്സബിൾ HRA. അപ്പോൾ നമുക്ക് 6 മാസത്തെ കിട്ടി, ഒരു 2 മാസത്തെ കിട്ടി. ഇനി ബാക്കി, ഇനി ഏതാ നമ്മളെ പീരീഡ്? അതിവിടെ എടുത്തെഴുതുക. 1 December 20 to 31 March 21. എത്ര മാസം ഉണ്ട് ഇതിൻ്റെ ഇടയിൽ? ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. 4 months, റൈറ്റ്? യാ. അപ്പോൾ ഇവിടെ നമ്മൾ 4 monthsൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. 4 monthsൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ എഴുതട്ടെ. ഓക്കെ, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു പീരീഡിൻ്റെ പ്രശ്നം, ഇവിടെ
സാലറിയിൽ റിവിഷൻ വരുന്നുണ്ട്. സാലറിയിൽ എത്രയാണോ റിവിഷൻ വരുന്നത്? 20,000 ആയിരുന്നു നമ്മളെ സാലറി, ബേസിക് പേ BP. അതിൻ്റെ കൂടെ ഒരു 4,000 കൂടെ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 24,000 ആണ് എന്ത് നമ്മുടെ ഇനി മുതൽ അങ്ങോട്ടുള്ള സാലറി പെർ മന്ത്. സംശയമൊന്നുമില്ലല്ലോ, പെർ മന്ത്. അടുത്തത് DA ഫോമിംഗ് പാർട്ട് 50% ആണ് ഫോമിംഗ് പാർട്ട്. DA എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 20% ആണ്. അപ്പോൾ ഇതിൻ്റെ 20% കാണുക, എന്നിട്ട് അതിൻ്റെ 50%. സോ ഇതിൻ്റെ 20% കണ്ടാൽ നമുക്ക് 48,000 കിട്ടും. 4,800 കിട്ടും. 4,800 കിട്ടും. പിന്നെയോ അതിൻ്റെ 50% ആണ് ഫോമിംഗ് പാർട്ട്. അതിൻ്റെ 50% എന്ന് പറഞ്ഞാൽ 2,400 ആണ് DA ഫോർ അവർ കാൽക്കുലേഷൻ പർപ്പസ് പെർ മന്ത്. അതും കിട്ടി. ഇനി വേറെ ചേഞ്ചസ് വരുന്നത് HRAയിലാണ്. HRA ഇനി അങ്ങോട്ട് 8,000 പെർ മന്ത് ആണ്, 5,000 അല്ല. ഇത്രയും ചേഞ്ചസ് ആണ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞത്. നമുക്ക് ചെയ്ത് നോക്കാം. HRA റിസീവ്ഡ് എത്ര ഇനി മുതൽ അങ്ങോട്ടുള്ള HRA 8,000. എത്ര മാസത്തേക്ക്? 4 മാസത്തേക്ക്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ബട്ട് നിങ്ങൾ അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ടിരുന്നാൽ മതി. നോർമൽ ആൾക്കാർ ചെയ്യുന്ന കാര്യമാണിത്. ഭയങ്കര സംഭവമൊന്നുമല്ല. ഇത് സെയിം 32,000 ഇവിടെ എഴുതണം. റെൻറ്റ് പെയ്ഡിൽ വല്ല മാറ്റമുണ്ടോ? ഇല്ല. റെൻറ്റ് എത്ര കൊടുത്തുകൊണ്ടിരുന്നത്? 3,000. ഇവിടെ എത്ര മാസത്തേക്കാണ് കൊടുക്കേണ്ടത്? 3,000 × 4 12,000. ഇപ്പോൾ റെൻറ്റ് പെയ്ഡ് 12,000 മൈനസ് 10% ഓഫ് സാലറി മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാലറി എത്രയാണെന്ന് നോക്കണം. ഓൾറെഡി ഞാനിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ബേസിക് പേ 24,000 പ്ലസ് 2,400 DA. ഇത് ഒരു മാസത്തേക്കുള്ളതാണ്. അപ്പോൾ ഇതിന് എത്ര മാസത്തേക്കാക്കണം? 4. ഇനി നിങ്ങൾ വേണ്ട ഇത് വേറെ × 4 ചെയ്യുക, ഇത് വേറെ × 4 ചെയ്ത് ഒരു പ്രോബ്ലവും ഇല്ല. നമുക്ക് ടോട്ടൽ ആടെ ശരിയായാൽ മതി. സോ ഇത് എത്ര കിട്ടുമെന്ന് നോക്കണം. ഇത് നമുക്ക് ഇത് കിട്ടും. ഇതിൻ്റെ 10% ഇവിടെ എഴുതണം. ഓക്കെ, ഒരു 0 വെട്ടി. ഇനി ഇതിൻ്റെ 40% കാണണം. 40% യു വിൽ ഗെറ്റ് 42240. ഇനി ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തിട്ട് ഇവിടെ എഴുതണം. മറന്നുപോയത് എഴുതണം. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ടാക്സബിൾ. സോ ഇതാണ് ഏറ്റവും ലീസ്റ്റ്, എക്സംപ്റ്റഡ്. ഇനി ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ യു വിൽ ഗെറ്റ് 68,960. ഇതാണ് ടാക്സബിൾ HRA. ഏത് മാസത്തെ? ഈ 4 മാസത്തെ. അപ്പോൾ ടോട്ടൽ ടാക്സബിൾ HRA ഫോർ ദി പ്രീവിയസ് ഇയർ 2021 എത്രയാ? 30,000 ഈ ഒരു പീരീഡ് പ്ലസ് 8,400 പ്ലസ് 68,960. ഇത് മൂന്നും ഇതിവിടെ അതല്ല വരിക. ഞാൻ അതിൻ്റെ തൊട്ട താഴത്തെ ഇപ്പോൾ കോപ്പി അടിച്ചത് കണ്ട. കോപ്പി അടിക്കുമ്പോൾ നല്ല വൃത്തിക്ക് കോപ്പി അടിക്കണം. ഇത് എഴുതേണ്ടതിന് പകരം ഞാൻ ഇതാ എഴുതുന്നത്. ഓക്കെ, സോ ഇതാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഇത് മൂന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് 68,960. ഇതായിരിക്കും ടോട്ടൽ ടാക്സബിൾ HRA. സോ ഇവിടെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന പോയിന്റ്, ഇനി ചേഞ്ചസ് വരുവാണെങ്കിൽ നമ്മളത് ഓരോരോ കേസസ് ആയിട്ട് വേണം ചെയ്യാൻ. സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും ഈച്ച് കേസായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇതിൻ്റെ നല്ല പ്രോബ്ലമാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു സംഭവമൊക്കെ. ബട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. ഇനി എക്സ്ട്രാ പ്രോബ്ലം വേണ്ടവരാണെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ അയച്ചു തരാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് HRA. ഇനി ഞാൻ ഈ പാഠത്തിൽ വരുന്ന ബാക്കി സംഭവം കൂടെ ഇപ്പം തീർക്കും.